ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 500 വാട്ട്സ് RMS കിട്ടുന്ന ഒരു പവർ ആംപ്ലിഫയർ ബോർഡാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു PCB ആണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PCB നമ്മൾ വാങ്ങിയിട്ടുള്ളത് NG ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വാട്സപ്പ് വഴി ഓർഡർ ചെയ്തിട്ടാണ്. നാട്ടിൽ നമുക്ക് ഈ ടൈപ്പ് PCBകളൊന്നും തന്നെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PCBയുടെ അൺബോക്സിംഗ് റിവ്യൂവും ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ആൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PCBയിൽ മെയിനായിട്ടുള്ള കറണ്ട് ഫ്ലോ വരുന്ന ഈ രണ്ട് ട്രാക്കുകളിലൂടെയാണ്, അതായത് പോസിറ്റീവ് സപ്ലൈയും നെഗറ്റീവ് സപ്ലൈയും വരുന്നത്. അപ്പോൾ ആ ട്രാക്കുകൾക്ക് താരതമ്യേന വിഡ്ത്ത് കുറവാണ്. അതുപോലെ തന്നെ ഇത് ടിൻ ചെയ്ത് തിക്നെസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇനി ചിലപ്പോൾ ആ ഒരു വിഡ്ത്ത് തന്നെ മതിയാവുമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഇത് ഭാവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ട്രാക്ക് കത്തിപ്പോകുന്ന എന്തെങ്കിലും ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ട്രാക്കിൻ്റെ തിക്നെസ് എന്തായാലും നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ട്രാക്കിൽ നമ്മൾ അവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിലൊരു കോപ്പർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ കോപ്പറൊക്കെ ഇട്ട് PCBയുടെ ട്രാക്കിൻ്റെ തിക്നെസ് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി PCB അസംബ്ലിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു PCBയിൽ ഒരു പോരായ്മ ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വരുന്ന കോമ്പോണൻറ്റിൻ്റെ വാല്യൂസ് ഒന്നും തന്നെ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് വളരെ പഴയൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്യൂട്ടും അതുപോലെ തന്നെ PCB ലേഔട്ടും എല്ലാം തന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളതിനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ PCB അസംബ്ലിങ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഈ ഒരു PCB ലേഔട്ട് നോക്കിയിട്ട് ഇതിലെ കോമ്പോണൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് അത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ PCBയുടെ അസംബ്ലിങ് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി നമുക്ക് പവർ ട്രാൻസിസ്റ്റർ പിടിപ്പിക്കാനും അതുപോലെ ഇതിൻ്റെ ടെസ്റ്റിങ്ങുമാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും